പണ്ട് കാലത്തെ തമ്പുരാൻ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിപ്പൊളിക്കും ഒത്തിരി വൈകിയായിരുന്നു. വൈകിയതിനെ പ്രമാണിച്ച് ഒട്ടുമിക്ക ഭക്ഷണ സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു. തമ്പുരാനോട് നമുക്ക് ഒന്നുമില്ല എന്ന് പറയാനും പറ്റിയില്ല. എങ്കിൽ പിന്നെ എല്ലാം കൂട്ടി തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കാം എന്നും പറഞ്ഞും കൊണ്ട് അവിടെ ഉണ്ടായ ബാലൻസ് ഉണ്ടായ എല്ലാ കറികളുടെയും അതുപോലെ തന്നെ കുറേ കഷ്ണങ്ങളും തേങ്ങയും തൈരും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് കറിയാണ് നമ്മുടെ അവിയൽ. തമ്പുരാനാണെങ്കിലോ ബേഷായിട്ട് ഇഷ്ടാവുകയും ചെയ്ത്. അപ്പം പിന്നെ പറയണ്ടല്ലോ, പിന്നത്തെ അവിടെയുള്ള ഒട്ടുമിക്ക സദ്യകളിലും ദേ അവിയൽ അങ്ങോട്ട് താരാവാൻ തുടങ്ങി. ഇതിപ്പോൾ ഞാനങ്ങോട്ട് പൊട്ടിമുളിപ്പിച്ചുണ്ടാക്കിയ കഥയൊന്നുമല്ലേ. എൻ്റെ അമ്മാമ്മയും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു തന്ന ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു കഥയാണ്. കേട്ടപ്പോൾ എനിക്കത് ഇഷ്ടാവുകയും ചെയ്തു. ശരിയായിരിക്കാം, ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കാം ചിലപ്പോൾ അവിയലുണ്ടായത്. കാരണം അവിയലിൽ എല്ലാ കഷ്ണങ്ങളും ഉണ്ട്, തൈരുണ്ട്, പുളിയുണ്ട്, തേങ്ങയുണ്ട്. ചിലപ്പോൾ അതൊക്കെ ശരിയായിരിക്കാമല്ലേ. കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ കറി ദേ ഇവിടെ റെഡിയായേ. കഥയായിക്കോട്ടെ കറി ആയിക്കോട്ടെ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവയിലൊക്കെ ഉണ്ടാക്കിയതായാലും ഒരു പൊതിച്ചോറുകൂടിയും കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും പൊതിച്ചോറൊക്കെ കെട്ടി അവിടെ സെറ്റാക്കി വെച്ചു.